Hello my dear students, welcome to our YouTube channel Catalysis by Pravishma. ഇന്ന് +1 കെമിസ്ട്രി 3rd ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുൻപ് നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തു. അതിലുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മളുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ 3rd ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ചാപ്റ്റർ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വളരെ ചെറിയ ചെറിയ കൺസെപ്റ്റ്, ഈസി ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഇതിൽ പഠിക്കുന്നതിനായിട്ട് ഉള്ളത്. നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച, ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് ഇതിലുള്ളത്. അതിൽ നിന്ന് കുറച്ച് മാത്രമാണ് എക്സ്ട്രാ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് ക്ലാസ് മനസ്സിലാക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഈ ചാപ്റ്ററിൽ നമ്മൾ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ആദ്യം നമ്മൾ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ, ആരൊക്കെ ക്ലാസിഫൈ ചെയ്തു, ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ പീരിയോഡിസിറ്റി അല്ലെങ്കിൽ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ട് നോക്കാം. എന്താണ് ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറയാം, നമ്മളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ നമ്മൾ ബോയ്സ് എന്നും ഗേൾസ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ ആനിമൽസിനെ നമ്മളുടെ ഡൊമസ്റ്റിക് ആനിമൽസ് എന്നും വൈൽഡ് ആനിമൽസ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ബേസിസിൽ നമ്മൾ സെറ്റാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് തരംതിരിക്കുക, അതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം? നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ലൈബ്രറി പോയിട്ട് ഒരു ബുക്ക് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ ലൈബ്രറിയൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ബുക്ക് എടുത്തു തരും. അതെന്തുകൊണ്ടാണ്? അവരത് ഒരു സെർട്ടൈൻ വേയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷ് ബുക്ക് അല്ലെങ്കിൽ മലയാളം ബുക്സ്, അതിൽ തന്നെ ലിറ്ററേച്ചർ, അങ്ങനെ പല രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് ബുക്കിനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മളൊരു ബുക്ക് ആവശ്യപ്പെടുമ്പോൾ അവർ അത്രയും ഈസി ആയിട്ട് തന്നെ നമുക്കത് പെട്ടെന്ന് എടുത്ത് തരുന്നത് അല്ലേ? അപ്പോൾ ക്ലാസിഫിക്കേഷൻ്റെ ഗുണം എന്താണ്? നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ക്ലാസിഫിക്കേഷൻ്റെ ഗുണം. ഓക്കെ, അപ്പോൾ എലമെൻസിൻ്റെ കേസിലും അതെ, എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? എലമെൻസിനെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും അവയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, എങ്ങനെയൊക്കെയാണ് അവർ റിയാക്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം. ഓക്കെ, ഇനി എലമെൻസിൻ്റെ ക്ലാസിഫൈ ചെയ്യൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു കാര്യമല്ല. ഏകദേശം 18th സെഞ്ച്വറി മുതലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ. അന്നത്തെ കാലത്ത് ഇത്ര അധികം എലമെൻസ് ഒന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് എലമെൻസ് മാത്രമാണ് 18th സെഞ്ച്വറിയിലൊക്കെ കണ്ടുപിടിച്ചിരുന്നത്. അതുകൊണ്ട് അന്നത്തെ കാലത്ത് കണ്ടുപിടിച്ചിരുന്ന എലമെൻസ് ഏതൊക്കെയാണ്, അതിനെയാണ് ഓരോ സയൻറ്റിസ്റ്റുകളും ക്ലാസിഫൈ ചെയ്തതും പഠിച്ചതും ഒക്കെ. ഓക്കെ, അവയുടെയൊക്കെ പ്രോപ്പർട്ടീസ് പഠിച്ചു, അതിനെ ക്ലാസിഫൈ ചെയ്തു, അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ക്ലാസിഫിക്കേഷനും എലമെൻറ്റ്സും ഒക്കെ എത്തിയത്. ഓക്കെ, ഇതാണ് നമുക്ക് ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോബ്രെയ്നറിൻ്റെ ട്രയാഡ്സിനെ കുറിച്ചിട്ടാണ്. 1829 ഡോബ്രെയ്നർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എലമെൻസിനെ 3 ഗ്രൂപ്പാക്കിയിട്ട് തരംതിരിച്ചു. ഈ 3 ഗ്രൂപ്പായിട്ടുള്ള എലമെൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവയ്ക്ക് സിമിലർ ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരുന്നു. ഓക്കെ, ഈ എലമെൻസിനെ അവരുടെ അറ്റോമിക് വെയ്റ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഡോബ്രെയ്നർ അടക്കി വെച്ചത്. ഓക്കെ, ദെൻ ഈ
3 എലമെൻസിനെ, ഗ്രൂപ്പ് ഓഫ് എലമെൻസിനെ സെയിം ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണെന്ന് പറഞ്ഞു. ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് വെയ്റ്റിലാണ് അദ്ദേഹം അടക്കി വെച്ചതെന്നും പറഞ്ഞു അല്ലേ. ഈ 3 എലമെൻസിനെ അവർ ട്രയാഡ്സ് എന്ന് വിളിച്ചു. ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 3 അല്ലേ. അപ്പോൾ ആ എലമെൻസിനെ അദ്ദേഹം ട്രയാഡ്സ് എന്നാണ് വിളിച്ചത്. ഓക്കെ, ഇനി എന്തായിരുന്നു ആ എലമെൻസിൻ്റെ പ്രത്യേകത? അതായത് ഈ ട്രയാഡ്സിലെ, അതായത് ട്രയാഡ്സ് എന്ന് പറയുമ്പോൾ 3 എലമെൻസ് ഉണ്ടായിരിക്കും അല്ലേ. ഈ 3 എലമെൻസിലെ മിഡിൽ എലമെൻറ്റിൻ്റെ അറ്റോമിക് വെയ്റ്റ് എന്ന് പറയുന്നത് മറ്റ് 2 എലമെൻസിൻ്റെ അറ്റോമിക് വെയ്റ്റിൻ്റെ ആവറേജിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആവറേജ് എന്താണ്? സം ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അതിന് ഈക്വൽ ആയിരിക്കും മിഡിൽ എലമെൻറ്റിൻ്റെ അറ്റോമിക് വെയ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഡോബ്രെയ്നറിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഡോബ്രെയ്നറാണ് ട്രയാഡ്സ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, നോക്കുക, ഇതാണ് ഡോബ്രെയ്നറിൻ്റെ ട്രയാഡ്സ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അതിൽ സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് വരുന്നത്, അറ്റോമിക് വെയ്റ്റ് എന്ന് പറയുന്നത് 23 ആണ്. അത് മറ്റ് 2 എലമെൻസിൻ്റെ അറ്റോമിക് മാസസിൻ്റെ ആവറേജിന് അല്ലെങ്കിൽ അരിതമെറ്റിക് മീനിന് ഈക്വൽ ആണ്. ഓക്കെ, ഇതേപോലെ തന്നെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അതിൽ ബ്രോമിൻ്റെ അറ്റോമിക് വെയ്റ്റ് എന്ന് പറയുന്നത് മറ്റ് 2 എലമെൻസിൻ്റെ, ക്ലോറിൻ്റെയും അയഡിൻ്റെയും അറ്റോമിക് വെയ്റ്റിൻ്റെ അരിതമെറ്റിക് മീനിന് ഈക്വൽ ആണ്. അപ്പോൾ ഡോബ്രെയ്നറിൻ്റെ ട്രയാഡ്സ് എന്നുള്ള കൺസെപ്റ്റ് റിജക്റ്റ് ചെയ്ത് പോകാനായിട്ടുള്ള റീസൺ എന്താണ്? അദ്ദേഹം അന്ന് കണ്ടുപിടിച്ചിരുന്ന എല്ലാ എലമെൻസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, ഈ 3 സെറ്റിനെ മാത്രമാണ്, ഈ 3 സെറ്റ് ഓഫ് എലമെൻസിനെ മാത്രമാണ് ഡോബ്രെയ്നർ ക്ലാസിഫൈ ചെയ്തത്. അതാണ് ഡോബ്രെയ്നറിൻ്റെ ട്രയാഡ്സിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയുന്നതും. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ് എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, അതിനെ ലോ ഓഫ് ഒക്ടേവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതെന്താണെന്ന് നോക്കാം. 1865 ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, അദ്ദേഹം ഒരു മ്യൂസിക്കുമായിട്ട് കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എലമെൻസിനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് വെയ്റ്റിൽ അറേഞ്ച് ചെയ്തു. ദെൻ അദ്ദേഹം പറഞ്ഞു ഫസ്റ്റ് എലമെൻറ്റും 8th എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസും സെയിം ആണ് എന്ന്. ഓക്കെ, അതായത് 8th എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സാക്ട്ലി ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിക്ക് സിമിലർ ആണ് അല്ലെങ്കിൽ സെയിം ആണ് എന്നാണ് ന്യൂലാൻഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞത്. ഇതിനെ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് അറിയപ്പെട്ടു. നമുക്കറിയാം മ്യൂസിക്കിൽ നമ്മൾ സ, രി, ഗ, മ, പ, ദ, നി, സ അല്ലേ. ഈ 8ാമത്തെ സ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ സാന് സെയിം ആണ് അല്ലേ. അതേപോലെ തന്നെ മ്യൂസിക്കിലത്തെ അതേ കേസ് തന്നെയാണ് ന്യൂലാൻഡ് നമ്മളുടെ എലമെൻസിൻ്റെ കേസിലും ഉപയോഗിച്ചത്. ക്ലിയർ ആയല്ലോ? ഈ ടേബിൾ നോക്കുക. ഇങ്ങനെയാണ് ന്യൂലാൻഡ് എലമെൻസിനെ അറേഞ്ച് ചെയ്തത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റിൽ. ഓക്കെ, ഇവിടെ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള ലിഥിയത്തിൻ്റെ പ്രോപ്പർട്ടിയുമായിട്ട് സെയിം ആണ്, സിമിലർ ആണ്. ഓക്കെ, അതേപോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും പ്രോപ്പർട്ടീസ് ബെറീലിയം എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയുമായിട്ട് സെയിം ആണ്. ഇതാണ് ന്യൂലാൻഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞതും. അതായത് നമ്മൾ ഏത് എലമെൻ്റാണ് ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ദെൻ അവിടെ നിന്ന് കറക്റ്റായിട്ട് ഈ ഒരു ടേബിൾ ഫോളോ ചെയ്തിട്ട് 8th എലമെൻ്റ് എടുക്കുമ്പോൾ ആ 8th എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയുമായിട്ട് സെയിം ആയിരിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഈ ലോ ഓഫ് ഒക്ടേവ്സിൻ്റെ ലിമിറ്റേഷൻ? അതായത് കാൽഷ്യം വരെയുള്ള എലമെൻസിൻ്റെ കേസസിലാണ് ഇത് കറക്റ്റായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ഇതിന് ശേഷമാണ് നോബിൾ ഗ്യാസസിൻ്റെ ഡിസ്കവറി വരുന്നത്. ഈ നോബിൾ ഗ്യാസസിൻ്റെ ഡിസ്കവറി വരുന്നതോട് കൂടിയിട്ട് ഈ ഒരു ടേബിൾ അല്ലെങ്കിൽ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ആകെ ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. ക്ലിയർ ആയോ? ഇതാണ് ലോ ഓഫ് ഒക്ടേവ്സിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെൻഡലീവിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ?
മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്താണ് മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ? The physical and chemical properties of elements are periodic functions of their atomic weight. അതായത് എലമെൻസിനെ അവയുടെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ പ്രോപ്പർട്ടീസ് ഒരു റെഗുലർ ഇൻ്റർവെൽസിൽ റിപ്പീറ്റ് ചെയ്ത് വരും. അതാണ് മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോയിൽ പറയുന്നത്. മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ 7 ഹൊറിസോണ്ടൽ റോസും 8 വെർട്ടിക്കൽ കോളംസുമാണ് ഉള്ളത്. ഈ റോസിനെ നമ്മൾ പീരീഡ്സ് എന്നും കോളത്തിനെ നമ്മൾ ഗ്രൂപ്പ്സ് എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ്സ് ആൻഡ് പീരീഡ്സ് ഉണ്ടായിരുന്നു? 7 പീരീഡും 8 ഗ്രൂപ്പുമാണ് മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്നത്. മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോൻ്റെ ബേസിസിൽ അദ്ദേഹം എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റിൽ എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ എന്തായി? സിമിലർ പ്രോപ്പർട്ടീസ് വരുന്ന എലമെൻസ് ഒക്കെ സെയിം ഗ്രൂപ്പിലാണ് വന്നത്. മെൻഡലീവിൻ്റെ ടൈമിൽ ഓൺലി 63 എലമെൻറ്റ്സ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അത്രയും എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നോക്കാം. ഫസ്റ്റ് വൺ, പ്രെഡിക്ഷൻ ഓഫ് ന്യൂ എലമെൻറ്റ്സ്. അതായത് മെൻഡലീവ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ കുറേ വാക്കൻറ്റ് സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു. അത് അന്നത്തെ കാലത്ത് ഡിസ്കവർ ചെയ്യാത്ത എലമെൻറ്റ്സിന് വേണ്ടിയിട്ട് വേക്കൻ്റ് ആയിട്ട് സ്പേസ് വിട്ടതാണ്. ഓക്കെ, അതേപോലെ അദ്ദേഹം അന്ന് ഡിസ്കവർ ചെയ്യാത്ത ചില എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് പ്രെഡിക്റ്റ് ചെയ്യുകയുണ്ടായി. ഓക്കെ, അതെന്താണ്? തൊട്ടടുത്ത് വരുന്ന എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് നോക്കിയിട്ട് അന്ന് ഡിസ്കവർ ചെയ്യാത്ത എലമെൻറ്റ്സിന് വേണ്ടിയിട്ട് വാക്കൻറ്റ് സ്പേസ് വിടുകയും അവയുടെ പ്രോപ്പർട്ടീസ് മുൻകൂട്ടി തന്നെ പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്തു മെൻഡലീവ്. ഓക്കെ, അത് അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദി മെറിറ്റ് ആണ്. സെക്കൻഡ് വൺ, മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ സെക്കൻഡ് മെറിറ്റായിട്ട് പറയുന്നത് കറക്ഷൻ ഓഫ് അറ്റോമിക് വെയ്റ്റ്സ് ഓഫ് സം എലമെൻറ്റ്സ്. ഓക്കെ, ചില എലമെൻസിൻ്റെ അറ്റോമിക് വെയ്റ്റ്സ് അതുവരെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തെറ്റായിരുന്നു. ഓക്കെ, അദ്ദേഹം അത് കറക്റ്റ് ചെയ്തിട്ട് ശരിയാക്കി എടുക്കുകയാണ് ചെയ്തത്. അതും മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു മെറിറ്റാണ്. നെക്സ്റ്റ്, ഡീമെറിറ്റ്സ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. ഫസ്റ്റത്തെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ദ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന് ആൽക്കലി മെറ്റൽസുമായിട്ടും അതേസമയം ഹാലജൻസുമായിട്ടും സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ്റെ പൊസിഷനിൽ ഒരു സെർട്ടൈനിറ്റി ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ഹാലജൻസിൻ്റെ കൂടെ വെക്കണോ അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസിൻ്റെ കൂടെ നിർത്തണോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി നിലനിന്നിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. ദെൻ ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും. ഈ ലാന്തനൈഡ്സിനും ആക്ടിനൈഡ്സിനൊന്നും ഒരു പ്രോപ്പർ പൊസിഷൻ മെൻഡലീവ് കൊടുത്തിരുന്നില്ല. ഓക്കെ, അതും മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഡീമെറിറ്റ് ആണ്. നോർമലി നമ്മൾ പറഞ്ഞത് സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്തു, ഡിസിമിലർ ആയിട്ടുള്ളതിനെ വേർതിരിച്ചെഴുതി എന്നാണ്. പക്ഷേ ചില എലമെൻറ്റ്സിൻ്റെ കേസിൽ മെൻഡലീവിന് തെറ്റുപറ്റിയിട്ടുണ്ട്. അദ്ദേഹം സിമിലർ പ്രോപ്പർട്ടീസ് വരുന്ന എലമെൻറ്റ്സിനെ ഒരുമിച്ച് എഴുതാതെ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് വരുന്ന എലമെൻറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് സെയിം ഗ്രൂപ്പിൽ എഴുതിയിട്ടും ഉണ്ട്. അതും മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. നമുക്കറിയാം മെൻഡലീവ് പീരിയോഡിക് ടേബിൾ നിർമ്മിച്ചിരിക്കുന്നത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ് ആണ്. പക്ഷേ ചില സമയത്ത് അദ്ദേഹം അറ്റോമിക് വെയ്റ്റ് കൂടിയ എലമെൻറ്റ്സിനെ ആദ്യം എഴുതിയിട്ട് അറ്റോമിക് വെയ്റ്റ് കുറഞ്ഞ എലമെൻറ്റിനെ അതിനെ നെക്സ്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് വെയ്റ്റ് എന്ന് പറയുന്നത് എല്ലാ എലമെൻറ്റ്സിൻ്റെ കേസിലും അദ്ദേഹം ഫോളോ ചെയ്തിട്ടില്ല. ഇതും അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ വൺ ഓഫ് ദി ഡീമെറിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. അതിൽ ഡോബ്രെയ്നറിൻ്റെ ട്രയാഡ്സ് നമ്മൾ കണ്ടു.
ന്യൂലാൻഡ്സിൻ്റെ ലോ ഓഫ് ഒക്ടേവ്സ് കണ്ടു. ദെൻ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ ഒക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓരോ ക്ലാസിഫിക്കേഷനും എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തു പോയത്, അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തായിരുന്നു എന്നുള്ളതും മെറിറ്റ്സ് എന്തായിരുന്നു എന്നുള്ളതും നമ്മൾ കണ്ടു. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.